പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഏർവാടിയിലാണ്. ഈ റോഡാണ് ഏർവാടിയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഒരുപാട് ഏർവാടി യാത്രകളും വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിലെ നമ്മുടെ മുത്തുവിൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിക്കൊണ്ട് ഏർവാടി സന്ദർശിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഏർവാടി എന്ന കൊച്ചു ഗ്രാമത്തെക്കുറിച്ചാണ്. വിധിച്ചത് മാത്രമേ കിട്ടുള്ളൂ എന്ന് കരുതി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. കൊതിച്ചതും കിട്ടും. എങ്ങനെയെന്നല്ലേ? ലാ യറദുൽ ഖലാ ഇല്ലാ ദുആ എന്നാണ്. പടച്ചവൻ്റെ വിധിയെപ്പോലും മാറ്റാൻ കഴിവുള്ള പവറാണ്, ശക്തിയാണ് ദുആ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥനകൾ തുടരുക. അള്ളാഹു നമുക്ക് വിധിച്ചതിനെപ്പോലും മറികടക്കാൻ പ്രാർത്ഥനക്കാകും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത് ഏത് വിധിയെയും മാറ്റി എഴുതപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വിധിയെപ്പോലും മാറ്റാൻ കഴിവുള്ള പ്രാർത്ഥനകളുടെ ഉറവിടമായ ഒരുപാട് മനുഷ്യരുടെ അവസാന ആലംബമായ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഏർവാടിയെക്കുറിച്ചാണ്. വർഷങ്ങളായി മനസ്സിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഏർവാടി യാത്ര 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഏർവാടി, നാഗൂർ, സിക്കന്ദർ മലയടക്കം 10ഓളം ദർഗകൾ സന്ദർശിച്ചുകൊണ്ട് സിയാറത്ത് യാത്ര പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം തോന്നുകയും മാഷാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഏർവാടി എത്തുകയും ചെയ്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏർവാടിയുടെ ചരിത്രം പറയുക അസാധ്യമായതിനാൽ ഏർവാടിയുടെ കൂടെ തന്നെ മറ്റു സമീപങ്ങളിലെ ദർഗകളിലെ പോയ യാത്ര കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഏർവാടിയുടെ ചരിത്രം കുറഞ്ഞ സമയം കൊണ്ട് കേട്ടുവന്നാലോ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷാ തങ്ങളുടെ മക്ബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിനായി അറേബ്യയിൽ നിന്ന് കേരളത്തിലെ കണ്ണൂർ വഴി ഏർവാടിയിലെത്തി എന്നാണ് ചരിത്രം. ആ കാലത്തെ തമിഴ്നാട് ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാരുമായി ഉണ്ടായ പ്രബോധന പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും ഏർവാടിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതിനിടയിലാണ് സയ്യിദ് ഇബ്രാഹിം ബാദുഷയും കുടുംബങ്ങളും അവിടെ ഈ പോരാട്ടങ്ങളുടെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കുകയും പിന്നീടത് ഏർവാടി ദർഗ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നാനാ മതസ്ഥരും ഒത്തുകൂടുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് ഏർവാടി ദർഗ. ഡിസംബർ മാസത്തെ ചന്ദനക്കുടം മഹോത്സവമാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്ന്. ഇബ്രാഹിം ബാദുഷയും കുടുംബയും ഷഹീദായതിനു ശേഷം ഒരുപാട് കാലം ആരായാലും അറിയപ്പെടാതെ കാട് മൂടിക്കിടക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ നല്ല ഇബ്രാഹിം എന്ന മഹാനായ വ്യക്തി സ്വപ്നത്തിലൂടെ ബാദുഷാ തങ്ങൾ റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയും മക്കാമുള്ള സ്ഥലം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇബ്രാഹിമും കുടുംബവും താമസം ഏർവാടിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ രാമനാഥപുരത്തെ രാജാവിന് മാറാവ്യാധി പിടിപെട്ടു. കുഷ്ഠം യാതൊരു കാരണവശാലും മാറാതെ വന്നപ്പോൾ ഏർവാടി മക്കാമിൽ പോയി അവിടുത്തെ മണ്ണ് കലക്കിയ വെള്ളം കുടിച്ച് അസുഖം മാറിയപ്പോൾ അത് നാടും നഗരവും അറിഞ്ഞു. പ്രസവിക്കാത്ത രാജ്ഞി ഏർവാടിയിൽ വന്ന് കുഞ്ഞുണ്ടായ കഥയും അന്നത്തെ കാലത്ത് നാട്ടിൽ നല്ല രീതിയിൽ പ്രചരിച്ചു. ആ വാർത്ത കേട്ട് ജനങ്ങൾ ഏർവാടിയിലേക്ക് കൂട്ടം കൂട്ടമായി എത്താൻ തുടങ്ങി. ഏത് കേസും തീരുമാനമാവുന്ന കോടതി, അതാണ് ഇന്ന് ഏർവാടി. ഇന്നും ആ വീരശൂര ശുഹദാക്കളുടെ സന്നിധിയിൽ മാനസിക ശാരീരിക രോഗങ്ങൾ പേറുന്നവരും സന്താനങ്ങളില്ലാത്തവരും ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ വന്ന് ഉദ്ദേശം സാധിച്ചു മടങ്ങുന്നു. അതിപ്പോഴും തുടരുന്നു. ഞാനും കുടുംബവും 3 ദിവസം നീളുന്ന ഏർവാടി യാത്ര വളാഞ്ചേരിയിലുള്ള ത്വയ്ബ സിയാറത്ത് ടീമിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ്, ഭക്ഷണം കൊണ്ടും താമസ സൗകര്യം കൊണ്ടും യാതൊരു യാത്രാക്ലേശവുമില്ലാതെ ഓരോ ദർഗകളിലെത്തുമ്പോഴും കൃത്യമായിട്ട് അവിടുത്തെ ചരിത്രം പറഞ്ഞു തരികയും പ്രാർത്ഥനാ നിർഭരമായി യാത്ര പോയി തിരിച്ചു വരാനും സാധിച്ചു. അപ്പോൾ ഉസ്താദേ, 2 വാക്ക് ഏർവാടിയിൽ നമ്മൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റി 2 വാക്ക്. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏർവാടിയിലേക്ക് വന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ കൂടെയുള്ള യാത്രയിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഒരു സംരംഭം, അതിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളെ കൂടെ കൂടുകയും ആ സമയത്ത് ഇവിടുത്തെ ഒരു കൂട്ടുകാരൻ്റെ റിക്ഷ ഓടിച്ച് നമ്മളെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനത്തിലും പൊന്നാനിയിലുള്ള കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൊടുത്തു. അള്ളാഹു നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കുമാറാവട്ടെ. ഇത് കേവലം ഏർവാടി യാത്രക്കുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ, അതിൻ്റെ ഭാഗമോ അല്ല. ഒരുപാട് കാലമായിട്ട് ഏർവാടി പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാൻ സാധിക്കാത്തവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്.